നിൽക്കും. ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രാവിലെ മുതൽ ഉച്ച വരെ ഒന്നുമില്ല, ഈവനിങ്ങിൽ കേട്ടോ. അപ്പൊ നല്ല മഴയാണ് അല്ലേ. അപ്പൊ വൈകിട്ട് നമുക്ക് ചായന്റെ കൂടെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനൊരു ആഗ്രഹമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് രാവിലെ എണീച്ചപ്പം മുതൽ നല്ല ഒരു ചൂടുള്ള പ്രകൃതിയാണ്, നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. പക്ഷെ എന്നാലും സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉണ്ടാക്കാൻ പോണത് ഒരു തട്ടിക്കൂട്ട് പിസയാണ് കേട്ടോ. നമുക്ക് പിസ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പിസ ഡോ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ പരത്തി ഉണ്ടാക്കണമെങ്കിൽ കുറെ സമയം വേണം. പക്ഷെ ഞാനിപ്പോ ഉണ്ടാക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പിസയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് പിസ കഴിക്കണം തോന്നുമ്പോ ഉണ്ടാക്കാൻ പറ്റിയൊരു പിസയാണ്. അപ്പൊ നമുക്ക് നോക്കല്ലേ. അപ്പൊ ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ സാൻഡ്വിച്ച് ബ്രെഡാണ്, അതുകൊണ്ടാണ് 5 ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 7 ഒക്കെ വരെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് ബ്രെഡ് ചെറിയ ചെറിയ കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ബ്രെഡിന്റെ അരികുവശം കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട കേട്ടോ. ഇത് അരികുവശം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ കത്രിക കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ബാക്കി വീഡിയോക്ക് പോണതിന് മുമ്പ് എങ്ങാണ്ട് ഞാൻ ഷൈവേ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഒന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പൊ ഷൈവേ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതൊരു വെബ്സൈറ്റ് ആണ്. അതുപോലെ അവർക്ക് ഇപ്പോൾ അവരുടേതായിട്ടൊരു ആപ്പും ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് വുമൻസിന് വേണ്ടിയിട്ടുള്ള ഇന്നർവിയേഴ്സ് അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ ഷൈവേന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഓരോ മാസം കൂടുതൽ ഓഫേഴ്സ് മാറും ചെയ്യും. അപ്പൊ ഈ മാസത്തെ ഓഫർ എന്താന്ന് വെച്ചാല് 1500 റുപ്പീസിന്റെ മേലെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് 2 പാന്റീസ് കിട്ടും. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 2 ബ്രായാണ് വാങ്ങണമെങ്കിൽ 1 ബ്രാ ഫ്രീ കിട്ടും. അതുപോലെ തന്നെ 1409 റുപ്പീസിന് നമുക്ക് 2 സ്പോർട്സ് ബ്രാ കിട്ടും. അതുപോലെ തന്നെ 599 റുപ്പീസിന് 5 പാന്റീസ് കിട്ടും. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ആപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അതിൽ സൈസ് ചാർട്ടും സൈസ് കാൽക്കുലേറ്ററും ഇൻക്ലൂഡ് ആണ് കേട്ടോ. അത് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സൈസിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈസ് ചാർട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും നമ്മളെ സൈസ് കണ്ടെത്താന്. അതുപോലെ തന്നെ സൈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ഓരോ സ്റ്റെപ്പ് അതിനോട് പറഞ്ഞാലും നമുക്കൊരു ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ സൈസ് കണ്ടെത്താൻ പറ്റിട്ടോ. അതിനുള്ള എല്ലാ ഹെൽപ്പും സ്റ്റെപ്സും ഒരു കറക്റ്റ് ആയിങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിങ്ങാണ്ട് നമുക്ക് സൈസ് കണ്ടെത്താൻ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ. മാത്രമല്ല നമ്മുടെ ഷൈവയിൽ പല ടൈപ്പിലുള്ള ലിങ്കിരിയ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇന്നർവിയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നൈറ്റ് വിയേഴ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പിലുള്ളതും അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിയതിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ കിട്ടും. മാത്രമല്ല അത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ 50 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ ഈസി റിട്ടേണും ഈസി എക്സ്ചേഞ്ചും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സ് ഏതൊക്കെ നോക്കിയാലോ. അപ്പൊ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് തന്നെ കേട്ടോ. ഇത് ഒരു നൈറ്റ് വിയർ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ ഇപ്പൊ അത് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിന്റെ സ്മാൾ സൈസ് ആണ്. ഇതിന്റെ പാന്റ് എന്ന് പറയുന്നത് 3/4 ആണ്. അതുപോലെ തന്നെ ഇത്ര സ്ലീവ് ആണ്. നല്ല കംഫർട്ടബിൾ ആണ്. ഇതിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇത് കാണാനും നല്ല ക്യൂട്ട് നല്ല ഭംഗിയാണ്. അപ്പൊ ഇതിന്റെ ടീഷർട്ടുമ്പോ പ്രിന്റഡ് ആയിട്ട് റൈറ്റിംഗ്സ് കൊടുത്തുക്കണു. അതുപോലെ തന്നെ നമ്മളെ പാന്റുമ്പോ കെട്ടാൻ പറ്റുന്ന ടൈപ്പ് പാന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പാന്റിന്റെ അടിയിൽ നമുക്ക് നല്ല ലൂസ് ആയിട്ടാണ് കിടക്കുക. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 699 റുപ്പീസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് മാത്രമല്ല പല ടൈപ്പിലുള്ള നൈറ്റ് വിയേഴ്സ് അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ നൈറ്റ് വിയർ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 699 ആണ്. ഇത് ഞാൻ സ്മാൾ ആണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ ഇത് ഹാഫ് കൈ ആണ് കേട്ടോ ഉള്ളത്. പിന്നെ പാന്റ് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് ആണ്. പിന്നെ ആ ഡ്രസ്സിന്റെ ഈ ഡ്രസ്സിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പോക്കറ്റിന് കേട്ടോ. പോക്കറ്റുള്ള ഡ്രസ്സ് അധികം പേർക്കും ഇഷ്ടമാക്കില്ല. എനിക്കും നല്ല ഇഷ്ടമുണ്ടോ പോക്കറ്റുള്ള ഡ്രസ്സ്. ഇതിന്റെ ക്ലോത്തും അതിന്റെ ക്ലോത്തും സെയിം ആണല്ലോ. അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ ഇതിപ്പോ റൈറ്റിംഗ്സ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങനെ ഇങ്ങോട്ട് ഒരു ലൈന് വന്നു നോക്കണോ. അതുമാതിരി പാന്റും ഉണ്ട് കേട്ടോ. അതേപോലത്തെ ലൈന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പാന്റും നമുക്ക് കെട്ടാനുള്ള കയറ് പോലെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് ബ്രാൻഡ് കേട്ടോ. അപ്പൊ ഇതിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ കൂടെ സിബ് ഉണ്ട്. മാത്രല്ല ഇതിന്റെ ഒപ്പം കപ്പും ഉണ്ട് കേട്ടോ. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അത് സിമ്പിൾ ആയിട്ട് തന്നെ കളയാൻ പറ്റും കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ പെട്ടെന്നൊന്നും കേട് വരാത്ത നല്ല മെറ്റീരിയൽ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ അലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആണെന്ന് അങ്ങോട്ട് തോന്നൂല, ടൈറ്റ് ആണെന്നും തോന്നൂല. അങ്ങനത്തെ രീതിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പോർട്സ് ബ്രാ ആണ്. അപ്പൊ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ബ്രാ ആണ്. ഞാൻ അതേ ടൈപ്പ് സ്പോർട്സ് ബ്രാ തന്നെയാണ്, അതിന്റെ ജസ്റ്റ് കളർ വ്യത്യാസമാണ് തന്നെ കേട്ടോ. ഇതിന്റെ കൂടെ സിബ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ കപ്പ് ഉണ്ട്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. പിന്നെ ഇതിന്റെ ക്ലോത്ത് ആണെങ്കിലും അതിന്റെ ക്ലോത്ത് പോലെ തന്നെ സെയിം ആണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്, ടൈറ്റും ഇല്ല എന്നാ അങ്ങനെ ലൂസും ഇല്ല, അങ്ങനത്തെ ടൈപ്പ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് വിയേഴ്സ് അതുപോലെ തന്നെ ഇന്നർ വിയേഴ്സ് അതും ലോ കോസ്റ്റിൽ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൈവേയിൽ ചെന്ന് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ കൂപ്പൺ കോഡ് കൊടുത്തുകൊണ്ട് അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഡിസ്കൗണ്ടും കിട്ടും. മാത്രമല്ല അതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓഫേഴ്സ് ഒക്കെ നോക്കിയെങ്ങാണ്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കിട്ടും, അതുപോലെ തന്നെ ഒപ്പം നല്ല പ്രൊഡക്ട്സും കിട്ടും. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങുക, പർച്ചേസ് ചെയ്യുക. പിന്നെ നമുക്ക് 4 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡില് ഉപ്പുണ്ട്, പക്ഷെ നമ്മൾ ചേർത്ത മുട്ടയിലും പാലിലും ഉപ്പില്ലല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുക. ബ്രെഡും നമ്മൾ ചേർത്ത മുട്ടയും പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് നനയണം കേട്ടോ. നനഞ്ഞൊന്ന് സോഫ്റ്റ് ആവണം, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ബ്രെഡ് ഉടച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് നനഞ്ഞ് സോഫ്റ്റ് ആയാൽ മതി. മുട്ടയും പാലും നമ്മൾ ബ്രെഡ് അങ്ങോട്ട് കുടിച്ചിട്ട് ബ്രെഡ് അങ്ങോട്ട് ഒരു സോഫ്റ്റ് പരുവത്തിലായാൽ മതി കേട്ടോ. അപ്പൊ കണ്ടോ, അത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കണെന്ന് നോക്കാം. അപ്പൊ നമ്മളെ തട്ടിക്കൂട്ട് പിസ്സയിലേക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം കേട്ടോ. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിസ്സ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ അപ്പൊ ചിക്കൻ ഒന്നും ചേർക്കണില്ല, എന്റെ കയ്യിൽ ചിക്കൻ ഇല്ല. പിന്നെ നല്ല വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പൊ നമ്മളെ തട്ടിക്കൂട്ട് പിസ്സ എന്ന് പറയുമ്പോൾ തട്ടിക്കൂട്ടിയ പിസ്സ തന്നെ കേട്ടോ, പക്ഷെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ചീസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ചീസ് ഇല്ലെങ്കിൽ പിന്നെ പിസ്സ ആവില്ലല്ലോ. നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, പാലിലും അതുപോലെ മുട്ടയിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കണം കേട്ടോ. തീ സിമ്മിലിട്ടിട്ട് വേണം. എന്നിട്ട് ഇതൊരു പരത്തി വെക്കുക കേട്ടോ. ഈ പാനിന്റെ അതേ സൈസിലും വലിപ്പത്തിലും പരത്തി കൊടുക്കുക. സിമ്മിലാണ് കേട്ടോ ഇടേണ്ടത്. തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെക്കാൻ. പാനിന്റെ അതേ ഷേപ്പിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വെറും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കി നോക്കട്ടോ, കുക്ക് കഴിക്കണമെന്ന് നോക്കണം. കുക്ക് കഴിക്കണമെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിൽ അമർത്തി വെക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ വശം ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ പാനിക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയാണ് നമ്മൾ സോസ് ആക്കി കൊടുക്കുന്നത്. പിസ്സ സോസ് ആണ് വേണ്ടത്, പക്ഷെ നമ്മളെ വീട്ടിൽ ഇപ്പൊ പിസ്സ സോസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് റെഡ് ചില്ലി സോസ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. ഇനി ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോസ് നല്ലോണം ചേർക്കണം കേട്ടോ ഈ പിസ്സയില്, എന്നാലും അത് അടിപൊളിയായി കിട്ടുക. അപ്പൊ നമ്മള് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിക്കാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് ചെയ്യാനുള്ളതൊക്കെ ചേർക്കാനുള്ളതൊക്കെ ചേർത്തിട്ടാണ് ഇനി നമ്മൾ ഓൺ ആക്കുക. അപ്പൊ നമ്മളെ സോസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് എന്താന്ന് വെച്ചാല് മൊസറല്ല ചീസാണ് കേട്ടോ. അത് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പൊ നാളെ ചീസ് ഉണ്ടാക്കിന്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ 100 ഗ്രാം ചീസൊക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് 2 വട്ടം ഇതുപോലെ പിസ്സ ഉണ്ടാക്കാണ്ടാവും കേട്ടോ. അതുപോലെ ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങിയ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കുറെ എടുക്കും കേട്ടോ, ഇപ്പൊ കുറച്ചുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം നല്ലോണം ചീസ് ഇടാണ്ടാവില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതുപോലെ അവിടെ ഇവിടെ ഇടാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും മതി. ഇതിപ്പോ ഞാൻ ഒരാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ, എന്നിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. ഇനിയിപ്പോ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ചേർക്കുന്നത് തക്കാളി ഇല്ലേ, അതിന്റെ കുരു കളഞ്ഞതാണ് കേട്ടോ. കുരു കളഞ്ഞിട്ട് ഒരു ചെറിയ പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ഇതും വെച്ചു കൊടുക്കട്ടോ, സവാള ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം
പല കളർ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പച്ച ഉണ്ടെങ്കിൽ പച്ച എടുക്കാം. ഇത് ഒലീവ്സ് ആണ് കേട്ടോ, നമ്മള് പിക്കിളായിട്ട് വരുന്ന ഒലീവ്സ് ഉണ്ടല്ലോ പിസയിലൊക്കെ ചേർക്കണേ. 3 എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും വെച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ, ശരിക്കും ഇതൊക്കെ നമ്മള് ഉള്ളതുകൊണ്ട് ചേർക്കുകയാണ്, ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമല്ല. പിന്നെ പിസയിൽ നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ് ഒറിഗാനോ കേട്ടോ. ഇതിപ്പോ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പൊ അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ബേസിൽ കേട്ടോ, ബേസിലിന്റെ ഇലയാണ്, അതായത് തുളസിയില എന്നൊക്കെ പറയില്ല, അതും ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സഡ് ഹെർബ്സ് കാരണം വാങ്ങാൻ കിട്ടും കേട്ടോ, അത് ചേർത്താലും മതി. ഷൊറിഗാനാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പൊ അതും ഞാനൊന്ന് ഇതിന്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്, റെഡ് ചില്ലി ഫ്ലേക്സ്. ഇനി നമ്മളിത് അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ ഞാന് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ മതി. ചീസ് മെൽറ്റ് ആവാനുള്ള ടൈം ഉണ്ടല്ലോ, അത്രയും വെച്ചാൽ മതി. അപ്പൊ ചീസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഞാൻ തുറന്നു നോക്കിട്ടോ, കണ്ടോ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി പിസ്സ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പൊ ഞാന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. ഇനി ഇത് അടച്ചിട്ട് ഇവിടെ തന്നെ വെക്കുകയാണ്, കാരണം ഇതിലേക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കണം. ഇപ്പൊ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി മാംഗോ ജ്യൂസ് ഉണ്ടാക്കണം ഇതിലേക്ക് പിസ്സന്റെ കൂടെ കഴിക്കാൻ. മാങ്ങന്റെ സീസൺ ആണല്ലോ, അതുകൊണ്ട് നല്ല നാടൻ നല്ല മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്ലേവർ ഉള്ള. അപ്പൊ 4 മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് പാലൊന്നും ചേർക്കണില്ല. പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ. അപ്പൊ നമ്മളെ വൈകുന്നേരത്ത് ജ്യൂസും അതുപോലെ പിസയും റെഡി ആയിട്ടുണ്ട്. ഇത് തിന്നാനിപ്പോ ഞാനും മോളിന്റെ ഉള്ളൂ കേട്ടോ. അവിടെ ഋഷി തറവാട്ടിൽ പോയിക്കാണ്, ഇക്ക ഷോപ്പിൽ പോയിക്കാണ്. അപ്പൊ നമുക്ക് ജ്യൂസ് ഗ്ലാസ് പോയിക്കാം. പിസ ഋഷുവിനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഓന് വൈകുന്നേരം വരും രാത്രി, അപ്പൊ ഓന് കൊടുക്കാം ജ്യൂസും പിസയൊക്കെ. ഇക്കാക്കും ഋഷുവിനൊക്കെ അങ്ങനെ ചെയ്യണേ, അല്ല അപ്പൊ എന്താ ചെയ്യണേ. ഇതൊക്കെ കേട്ടോ മോള് വന്നിക്കണ്. മോള് ഇതാ പിസന്റെ മണം കേട്ട് വന്നിക്കണു. മോള് ഏറ്റവും വലിയ പീസ് നോക്കി എടുക്കൂട്ടോ. ഞാനാണെങ്കിൽ എന്ന് പിസ ഉണ്ടാക്കി കട്ട് ചെയ്താലും ഒരേപോലെ ആവൂല. ചൂടോടുകൂടി തിന്നണം അല്ലെ പിസ തിന്നുമ്പോ, അല്ലെങ്കിൽ ആ ചീസ് ഇട്ട് എന്ത് സാധനം നമ്മൾ ചൂടോടുക്കനെ തിന്നണം, അല്ലെങ്കിൽ ചീസിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടൂല. ചീസ് കട്ടയായിട്ട് നിക്കും. കണ്ടങ്ങനെ വലിഞ്ഞ് കിട്ടണം അല്ലെ. നാടൻ ജ്യൂസ് അല്ലെ, നമ്മള് പാല് ചേർക്കാത്ത ജ്യൂസായിട്ട് ഉണ്ടാക്കിക്കണേ. പുളിയുള്ള മാങ്ങ ആവുമ്പോ പാല് ചേർക്കാറില്ല, തീരെ പുളിയില്ലാത്ത മാങ്ങ ആവണം, എന്നാലേ പാല് ചേർക്കാട്ട്. അപ്പൊ ഞാനും പിസയും തിന്നോക്കട്ടെ. എന്തായാലും എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിസക്ക് പുതിയാവുമ്പോ ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസും വാങ്ങട്ടെ, അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാം. പറഞ്ഞ പോലെ പൊളിയാട്ടോ. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കാട്ടോ പിസ, എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇന്നലെ പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. മോളുന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ സന്തോഷത്തില്. എക്സാം ആയിരുന്നു എന്ന് വിചാരിച്ച് ഇത്രയും കാലം ടെൻഷൻ അടിച്ച് നിൽക്കിയിരുന്നു ഓളും ഞങ്ങളും. അപ്പോ അതിന്റെ സന്തോഷത്തിന് വേണ്ടി ഇന്നലെ പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിച്ചു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരി കേട്ടോ. ഞങ്ങൾ എന്തോ ഓർഡർ ചെയ്ത് വെച്ചിരിക്കണെന്ന് വെച്ചാല് ഇൻക്കും ഋഷുവിനും ഓറിയോ മിൽക്ക് ഷേക്ക്, ഉമ്മച്ചിക്കും പപ്പക്കും എന്ത് ചായ, ഇവിടുത്തെ സ്പെഷ്യൽ ടീ അത്ര. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഷെഫ് ലീവ് ആയതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് സ്നാക്സ് ഒന്നും ഇല്ലല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് കുട്ടാപ്പി വന്നല്ലോ. ചെറിയ കുട്ടികളെ ഞങ്ങളെ ഫ്രഞ്ച് ഫ്രൈസ്
സ്പെഷ്യൽ ടീ ആണ് പറഞ്ഞിട്ടോ ഇവിടുത്തെ. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമ്മൾ ഇനി ഷവർമ വാങ്ങാൻ പോവാണ്. നമുക്ക് ഷവർമ തിന്നാലോ.